ഹായ് ബാബ വാങ്കി ആയിക്കോട്ടെ നോസ്ട്രഡാമസ് ആയിക്കോട്ടെ ഈ രണ്ട് പേരുകളിലും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇവർ പറഞ്ഞു വെച്ച പ്രഡിക്ഷൻസിൽ ഏകദേശം 86% പ്രഡിക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രമാത്രം അക്യൂറേറ്റ് ആയിട്ടാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് പലരും പറയുന്നത്. അതുമാത്രമല്ല ഇവരുടെ പ്രഡിക്ഷൻസിനെ വിശ്വസിക്കുന്ന കോടാനുകോടി ആൾക്കാർ ഈ ലോകത്ത് ഇന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇവർ 2024 എന്തെല്ലാമാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഉള്ള കാര്യങ്ങളാണ് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ ഡിസംബർ മാസമായി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ മാറി മാറി അതായത് ബാബ വാങ്കയും നോസ്ട്രഡാമസിൻ്റെയും പ്രഡിക്ഷൻസ് എല്ലാം തന്നെ അവരുടെ ചാനൽ എപ്പിസോഡ് കണക്കിനായിട്ട് റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മുടെ ചാനൽ വ്യൂസ് ഒന്നും കിട്ടാട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളും ഇനി തൊട്ട് എത്തിക്സ് വിട്ട് ബിസിനസ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇവർ എന്തൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്, അതുകൂടാതെ ഒരു രഹസ്യം കൂടെ പറയുന്നുണ്ട് ഈ പ്രെഡിക്ഷൻസിന് പിന്നിലുള്ള, അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്ക്ലൂസീവായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് എടുക്കാം. ഹായ്, അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ നമ്മൾ പലർക്കും ആഗ്രഹമുണ്ടാവും. അതായത് ഇന്നും തുടങ്ങിയതല്ല, മനുഷ്യൻ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാന്നുള്ളത് കൂടുതലും ക്യൂരിയോസിറ്റി ഉള്ളൊരു ജോബ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല ആസ്ട്രോളജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൈനോട്ടക്കാർ, ഇങ്ങനെ പല ബിസിനസ്സും നടക്കുന്നത്. അതുകൂടാതെ തന്നെ കുറേ തട്ടിപ്പുകളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഒറിജിനൽ ആസ്ട്രോളജി ഉണ്ടാവും, ഇതിനെ മറച്ചു വെച്ച് കുറേ തട്ടിപ്പുകളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവർ പറഞ്ഞ പ്രഡിക്ഷൻസ്, അതായത് ഏകദേശം കുറേ വെബ്സൈറ്റിൽ നിന്നെല്ലാം തന്നെയാണ് നമ്മൾ ഇത് കോപ്പി ചെയ്തെടുത്ത്, അതായത് എല്ലാ വെബ്സൈറ്റിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏതാണോ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബാബ വാങ്ക എന്തൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബാബ വാങ്ക പറഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ 2024 ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കും. അതായത് പൂർണ്ണമായും ക്യാൻസർ ഒഴിവാക്കുന്ന വിധത്തിൽ ഒരു ബെസ്റ്റ് മരുന്ന് ഈ ലോകത്തിൽ കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം കൂടെ ഒരു റിസർച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. UK ഒരു മെഡിക്കൽ ഏജൻസി 8 മിനിറ്റ് കൊണ്ട് ക്യാൻസറിന് ഒഴിവാക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ 2024 കംപ്ലീറ്റ് ആവും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് 2024 റഷ്യയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ പുടിൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമമോ അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടും, ഈ രണ്ട് വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഡെത്ത് ത്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് യൂറോപ്പിൽ ഫുള്ളായിട്ടും ടെററിസ്റ്റ് അറ്റാക്കുകൾ കൂടും, അതുപോലെ തന്നെ അവിടെയുള്ള ഇമിഗ്രൻസിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം 2023 പ്രഡിക്ഷൻസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വേൾഡിൽ ഇമിഗ്രൻസിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും വരും, അതുപോലെ തന്നെ വലിയ യുദ്ധങ്ങളും നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ബാബ വാങ്കേൻ്റെ പ്രഡിക്ഷൻസിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 2023 സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് എടുത്തത്. അതായത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിനെ തുടർന്ന് കുറേ ഇമിഗ്രൻസിൻ്റെ പ്രശ്നവും ഈ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ 2024 യൂറോപ്പിൽ ഉണ്ടാവും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു എക്കണോമിക് ക്രൈസിസ് ഈ ലോകം മൊത്തം നേരിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിപ്പോർട്ടെല്ലാം വെച്ച് നോക്കുമ്പോഴും നമുക്കും ഒരു സൂചനയുണ്ട്, അതായത് എക്കണോമിക് ക്രൈസിസ് വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ പലതവണ അതായത് 2023 തന്നെ വലിയൊരു എക്കണോമിക് ക്രൈസിസ് വരും എന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ വേൾഡ് മെല്ലെയാണ് എസ്കേപ്പ് ആയി പോയത്. പക്ഷേ 2024 എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റിക് ചേഞ്ച്. അതെ, എല്ലാ വർഷവും ഈ ക്ലൈമറ്റിക് ചേഞ്ച് എല്ലാവരുടെ പ്രഡിക്ഷൻസിലും ഉണ്ടാവും. അതുപോലെ തന്നെ ബാബ വാങ്കയും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2023 എൽനിനോ വരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതായത് എൽനിനോ വന്നുകൊണ്ട് തന്നെ ലോകത്ത് പല സ്ഥലത്തും മഴയുള്ള സ്ഥലത്ത്, അതായത് മഴ പെയ്യേണ്ട സ്ഥലങ്ങളിൽ മഴ പെയ്തില്ല, അതുപോലെ തന്നെ പെയ്യേണ്ടാത്ത സ്ഥലത്ത് മഴ പെയ്ത് വലിയ വലിയ ഫ്ലഡ് പോലും ഉണ്ടായി. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻസ് 2024 വന്നിട്ടുണ്ട്. പല ക്ലൈമറ്റിക് ചേഞ്ചസും വരും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലൈമറ്റിക് ചേഞ്ചസിനെല്ലാം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ ഗവൺമെൻറ്റും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ വാങ്കേൻ്റെ പ്രഡിക്ഷൻസിലും ക്ലൈമറ്റിക് ചേഞ്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് ടെക് റെവല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2024 അതായത് ക്വാണ്ടം കമ്പ്യൂട്ടർ പോലെയുള്ള ടെക്നോളജി എല്ലാം പെട്ടെന്ന് വളരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിയിൽ വലിയ രീതിയിലുള്ള ബൂസ്റ്റും ഉണ്ടാവും എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജിയിലുള്ള ബൂസ്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോൾ അതായത് ബാബ വാങ്കയ്ക്ക് അന്ന് അത്രമാത്രം ടെക്നോളജിയിൽ ഒരു പ്രഡിക്ഷൻസ് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്ന് പലർക്കും ഒരു
ഒരു സംശയം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തായാലും ഫ്യൂച്ചറിൽ ടെക്നോളജി ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ടെക്നോളജീൻ്റെ ബൂം എല്ലാ വർഷത്തിലും ഉണ്ടാവും. അത് പ്രെഡിക്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് നടക്കാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ബാബ വാങ്ങേൻ്റെ അടുത്ത പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ, ചൈന, ഇന്ത്യ ഇവർ മൂന്നുപേരും ഒന്നായിട്ട് വലിയൊരു മൾട്ടിപോളാർ വേൾഡ് തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ അമേരിക്ക പോലെയുള്ള സൂപ്പർ പവറിനെ വെല്ലുന്ന, അതായത് നാറ്റോവിനെക്കാട്ടിലും വലിയൊരു കൂട്ടിനെയായിട്ട് ഈ മൂന്ന് പേരും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ ബ്രിക്സ് എക്സ്പാൻഷൻ എല്ലാം ഇപ്പോൾ നടന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ 2024 അതൊരു വലിയ ഗെയിം പ്ലേ ചെയ്യും എന്നാണ് ബാബ വാങ്കേൻ്റെ പ്രഡിക്ഷൻസ്. അപ്പോൾ ഇതൊരു നടക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്നാണ് പലരും, അതായത് ഇപ്പോൾ ബാബ വാങ്കയല്ല അതുപോലെ തന്നെ പല ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയുന്നവരും ഇത് തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നോസ്ട്രഡാമസ് എന്തൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോസ്ട്രഡാമസ് പ്രെഡിക്റ്റ് ചെയ്തതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ വാങ്ക പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് ക്ലൈമറ്റിക് ചേഞ്ച്, അതായത് കൂടുതലായിട്ടും ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ ഫ്ലഡ് എല്ലാം മിക്സ് ആയ ഒരു ക്ലൈമറ്റിക് ചേഞ്ച് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് നോസ്ട്രഡാമസും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് എല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാ പ്രഡിക്ഷൻസിലും ഉറപ്പുവരുത്തുന്നതാണ്. ഇനി അടുത്ത പ്രഡിക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പറഞ്ഞിരിക്കുന്നത് കോമ്പാക്ട് ആൻഡ് നേവൽ ബാറ്റിൽ റെഡ് അഡ്വേഴ്സറി വിൽ ബി ബിക്കം ദ പെയിൽ വിത്ത് ഫിയർ പുട്ടിംഗ് ദ ഗ്രേറ്റ് ഓഷ്യൻസ് ഇൻ ദ ഡീറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും ഡീകോഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഒരു ലൈനിനെ ഡീകോഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് വേൾഡിലെ സൂപ്പർ പവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അതായത് ചൈനയും നാറ്റോയും തമ്മിൽ ഒരു വലിയൊരു പ്രശ്നം വരാൻ പോവുക എന്നാണ് പലരും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ചൈനയും നാറ്റോവും ആവാം അല്ലെങ്കിൽ റഷ്യയും നാറ്റോവും ആവാം. അപ്പോൾ ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നത്, അതായത് കിങ് ഓഫ് ഫൈൽസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും ഡീകോഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് കിങ് ചാൾസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യഭരണമുള്ള രാജ്യത്ത് നിന്ന് ആൾക്കാർ മാറിയിട്ട് പുതിയ രാജാവോ അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാരോ വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രൂ ദ ഡെത്ത് ഓഫ് ദ ഓൾഡ് പ്രൊഫിൻ ഗുഡ് റോമൻ ആർ എലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ കുറേ പേര് ഡീകോഡ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് പോപ്പ് ഫ്രാൻസിസിനെ മാറ്റിയിട്ട് പുതിയൊരു ആളെ കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം പോപ്പ് ഫ്രാൻസിസിന് ഇപ്പോൾ തന്നെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ 2024 അതിൻ്റെ സ്ഥാനത്തിന് പകരം പുതിയൊരു ആളെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പലരും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് മൈറ്റി ഡ്രാഗൺ മേ സൂപ്പർ പവർ എന്ന് പറഞ്ഞിട്ട് അതൊരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്, അതായത് ബാബ വാങ്കയിൽ പറഞ്ഞ പോലെ തന്നെ റഷ്യ, ചൈന, ഇന്ത്യ ഇവർ മൂന്നുപേരും ചേർന്ന് ഒരു പുതിയൊരു, അതായത് ബ്രിക്സിനെ വളർത്താനും അതുപോലെ തന്നെ അവർ വലിയൊരു സൂപ്പർ പവർ ആവാനും ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡ്രാഗൺ എന്ന് ഉദ്ദേശിച്ചത് ചൈനേനെ ആയിരിക്കും. അപ്പോൾ ചൈന കൂടുതലും സൂപ്പർ പവർ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പലരും എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു രഹസ്യമുണ്ട് എന്ന് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു രഹസ്യം അറിയാൻ വേണ്ടി ഇതുവരെയും സ്കിപ്പ് ചെയ്യാതെ തുറന്ന് കണ്ടവർക്ക് ആ ഒരു രഹസ്യം പറയാം. അതായത് ഇത് ഇവർ പ്രെഡിക്റ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് ആണോ എന്നുള്ളത് ആർക്കും തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഇതിൽ എന്താവുന്ന നടക്കുന്നുള്ള ചാൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയുന്നവർ ഒരു പ്രഡിക്ഷൻസ് നടത്തും. അതുപോലെ തന്നെ ക്ലൈമറ്റിക് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നവർ ഒരു പ്രഡിക്ഷൻസ് നടത്തും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ PhD സ്കോളേഴ്സ് എല്ലാം തന്നെ ഒരു പ്രഡിക്ഷൻസ് അവർ 2024 അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും നടത്തും. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കുറേ പ്രഡിക്ഷൻസ് എടുത്തിട്ട് ഇവരുടെ പേരിലോട്ട് ആൾക്കാർ അച്ചടിച്ച് ഇറക്കുന്ന, അതായത് അവരുടെ വെബ്സൈറ്റിന് വ്യൂസിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു പുതിയൊരു സ്ട്രാറ്റജി, അതായത് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണെന്നാണ് പലരും ഇപ്പോഴും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.